ഓക്കെ, ഹലോ എവരിവൺ, വെൽക്കം ടു ECB അക്കാഡമി. ECB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് ഒരുപാട് പേര് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന LD ടൈപ്പിസ്റ്റിലേക്കുള്ള നിയമനം ഇതുവരെയായി, ഏതെങ്കിലും നിയമനങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, എത്രത്തോളം നിയമനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു, ഇനിയും നിയമനങ്ങൾ നടക്കാനുള്ള സാധ്യതകളുണ്ടോ? ഓക്കെ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ എന്ത് ചെയ്തിരുന്നു ഈ അടുത്ത കാലങ്ങളിൽ ഒരുപാട് എൻക്വയറീസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ പറയുന്ന LD ടൈപ്പിസ്റ്റിൻ്റെ നിയമന സാധ്യതയുണ്ടോ, അതേപോലെ തന്നെ എത്രത്തോളം നിയമനങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഈ പറയുന്ന കേരള പിക്ചർ ഭാഗത്തു നിന്ന് അടുത്തിടെയായിട്ട് വലിയൊരു ഒരു വാർത്തയായി വന്നിട്ടുണ്ടായിരുന്നു. വാർത്ത എന്ന് പറയുന്ന അപ്പുറത്തേക്ക് ഒരു അവർ പ്രധാനമായിട്ടും ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. നോട്ടീസിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ പറയുന്ന കേരള സർക്കാരിന് കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വേക്കൻസി ഉടനടി എന്ത് ചെയ്യണം, PSCക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു സർക്കുലർ സർക്കുലർ എന്ത് ചെയ്തിട്ട് ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ പറഞ്ഞ രീതിയിൽ അത് വീഴ്ച വരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ എടുക്കുമെന്നുള്ള ഒരുപാട് വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരുപാട് പേർക്ക് ഈ പറയുന്ന പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും എന്ത് ചെയ്യുന്നു ഒരുപാട് സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ LD ടൈപ്പിസ്റ്റിൽ നിന്ന് എത്രത്തോളം നിയമനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, ഇനി നടക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇവിടെ ഈ LD ടൈപ്പിസ്റ്റിൻ്റെ മുൻ വർഷം വന്നിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷനാണ്. അതായത് ഇപ്പോൾ രീതിയിൽ 725/2022 എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്താണ് ഈ പറയുന്ന രീതിയിൽ പിന്നെ വർഷങ്ങൾ എന്ത് ചെയ്തിരുന്നു എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. വിവിധ ജില്ലകളിലേക്ക്, അതായത് ഈ പറയുന്ന രീതിയിൽ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് എന്ത് ചെയ്ത് പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത്. കേരള, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, അങ്ങനെ വിവിധ ജില്ലകളിലായിട്ട് എന്ത് ചെയ്തിരുന്നു ഈ പറഞ്ഞ രീതിയിൽ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് എന്ത് പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ പരീക്ഷ എല്ലാം കഴിഞ്ഞിരുന്നു. അതിന് ഈ പറയുന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റ് മറ്റു കാരണം എന്ത് ചെയ്തു പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നിയമനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടെന്നുള്ളതാണ്. ആദ്യം തിരുവനന്തപുരം എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ 9/5/2024 എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനകത്ത് ഏകദേശം 142 പേർക്കാണ് എന്ത് ചെയ്യുന്നത് ഇതുവരെ അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത്. അവസാനമായിട്ട് അഡ്വൈസ് പോയത് 8/6/2026 അതായത് കഴിഞ്ഞ മാസമാണ് എന്ത് ചെയ്യുന്നത് അവസാനമായിട്ട് ഒരു അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത്. കൊല്ലത്തേക്ക് നോക്കുകയാണെങ്കിൽ 15/5/2024 എന്ത് ചെയ്യുന്നത് ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. 61 പേർക്കാണ് എന്ത് ചെയ്യുന്നത് അവിടുന്ന് അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത്. 18-ാം തീയതിയാണ് എന്ത് അവസാനമായിട്ട്, കഴിഞ്ഞ മാസം 18-ാം തീയതി അവസാനമായിട്ട് എന്ത് ചെയ്തൊരു അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത്. പത്തനംതിട്ട നോക്കുകയാണെങ്കിൽ 9/5/2024 എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. 53 പേർക്കാണ് എന്ത് ചെയ്യുന്നത് അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത്. 2/7/2026 അതായത് ഈ പറയുന്ന രീതിയിൽ ഈ മാസം 2-ാം തീയതിയാണ് അവസാനമായിട്ട് എന്ത് ചെയ്യുന്ന ഒരു അഡ്വൈസ് അവിടെ പോകുന്നത്. ആലപ്പുഴ നോക്കുകയാണെങ്കിൽ 18/4/2024 എന്ത് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റ് വന്നത്. 61 പേർക്കാണ് എന്ത് ചെയ്യുന്നത് 52 പേർക്കാണ് എന്ത് ചെയ്യുന്നത് അഡ്വൈസർ മുഴുവനായിട്ട് പോയിട്ടുള്ളത്. 5/6/2026 അവസാനമായിട്ട് എന്ത് ഒരു അഡ്വൈസ് പോകുന്നത്. കോട്ടയത്തേക്ക് നോക്കുകയാണെങ്കിൽ 24/5/2024 എന്ത് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റ് വന്നത്. 61 പേർക്കാണ് അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത്. 24/4/2026 അവസാനമായിട്ട് എന്ത് ചെയ്യുന്നത് ഒരു അഡ്വൈസ് പോകുന്നത്. ഇനി ഇടുക്കിയിലേക്ക് നോക്കുകയാണെങ്കിൽ 9/5/2024 എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് വരുന്നത്. 68 പേർക്കാണ് എന്ത് ചെയ്യുന്നത് അവിടെ നിയമനം പോയിട്ടുണ്ടായിരുന്നത്, അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത്. 3/6/2026 ഈ അവസാനമായിട്ടൊരു അഡ്വൈസ് അവിടെ പോകുന്നത്. ഇനി അടുത്തത് എറണാകുളത്തേക്ക് നോക്കുകയാണെങ്കിൽ 24/5/2024 എന്ത് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റ് വരുന്നത്. 109 അഡ്വൈസുകളാണ് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നത്. 11/6/2026 അവസാനമായിട്ട് എന്ത് ചെയ്യുന്ന ഒരു അഡ്വൈസ് പോകുന്നത് എന്നുള്ളതാണ്. തൃശ്ശൂരിലേക്ക് നോക്കുകയാണെങ്കിൽ 18/5/2024 എന്ത് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റ് വരുന്നത്. 70 അഡ്വൈസുകളാണ് എന്ത് ചെയ്യുന്നത് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നത്. 18/6/2026 അവസാനമായിട്ട് എന്തെങ്കിലും അഡ്വൈസ് പോകുന്നത്. പാലക്കാട് നോക്കുകയാണെങ്കിൽ അവിടെ ഈ പറയുന്ന രീതിയിൽ 62 അഡ്വൈസുകളാണ് ഇതുവരെ പോയിട്ടുള്ളത്. 18/6/2026 അവിടെയും അവസാനമായിട്ട് ഒരു അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത്. മലപ്പുറത്തേക്ക് 15/5/2024 എന്ത് ചെയ്യുന്നത് അവിടെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. 58 പേർക്കാണ് ഇതുവരെ എന്ത് ചെയ്യുന്നത് നിയമനങ്ങൾ അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ അഡ്വൈസുകൾ പോയിട്ടുണ്ടായിരുന്നത്. 17/6/2026 എന്ത് ചെയ്യുന്നത് അവസാനമായിട്ട് ഒരു അഡ്വൈസ് പോകുന്നത്. 16/5/2024 കോഴിക്കോട് എന്ത് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റ് വരുന്നത്. 75 പേർക്കാണ് ഇതുവരെ എന്ത് ചെയ്യുന്നത് അഡ്വൈസുകൾ പോയിട്ടുണ്ടായിരുന്നത്. 10/6/2026 അവസാനമായിട്ട് എന്ത് ചെയ്യുന്നത് ഒരു അഡ്വൈസ് പോകുന്നത്. 22/4/2024 വയനാട്ടിൽ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുന്നത്. 32 പേർക്കാണ് ഇതുവരെ എന്ത് ചെയ്യുന്നത് അവിടെ അഡ്വൈസുകൾ പോയിട്ടുണ്ടായിരുന്നത്. 30/6/2026 എന്ത് ചെയ്യുന്നത് അവസാനമായിട്ട് ഒരു അഡ്വൈസ് പോകുന്നത്. കണ്ണൂരിലേക്ക് നോക്കുകയാണെങ്കിൽ 17/5/2024 എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് വരുന്നത്. 64 അഡ്വൈസുകളാണ് എന്ത് ചെയ്യുന്നത് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നത്. 19/5/2026 എന്ത് ചെയ്യുന്നത് അവസാനമായിട്ടൊരു അഡ്വൈസ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. കാസർഗോഡ് നോക്കുകയാണെങ്കിൽ 23/5/2024 എന്ത് ചെയ്യുന്നത് അവിടെയും റാങ്ക് ലിസ്റ്റ് വരുന്നത്. 33 പേർക്കാണ് എന്ത് ചെയ്യുന്നത് അവിടെ എന്ത് പോയിട്ടുണ്ടായിരുന്നത് അഡ്വൈസുകൾ പോയിട്ടുണ്ടായിരുന്നത്. 22/6/2026 എന്ത് ചെയ്യുന്നത് അവസാനമായിട്ട് അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ അഡ്വൈസിൻ്റെ കണക്കുകൾ എന്ന് പറയുന്നത്. അഡ്വൈസിൻ്റെ കണക്കെടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോയിട്ടുള്ളത് തിരുവനന്തപുരത്താണെന്നുള്ളതാണ്. 2027 വരെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു
ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ഇപ്പോൾ 2027 വരെ കാലാവധി ഉണ്ട്. അപ്പോൾ അതിന് ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും, ഇനിയും നിയമനങ്ങൾ നടക്കുമെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരും തന്നെ ഈ പറയുന്ന പ്രതീക്ഷ കൈവിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ രീതിയിൽ ഇനിയും എന്താണ് അഡ്വൈസുകളൊക്കെ പോകാനുള്ള സാധ്യതകൾ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നിൽ കാണുന്നുണ്ട്. കാരണം ഈ പറയുന്ന രീതിയിൽ PSC ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടിയൊക്കെ വന്ന സ്ഥിതിക്ക്, അതായത് ഈ പറയുന്ന വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്ന വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതും അതിനെ അടിസ്ഥാനപ്പെടുത്തി PSC നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യും, ആളെ എടുക്കും എന്നുള്ളത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് എല്ലാവരുടെയും പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷ തന്നെ എന്തെങ്കിലും മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഇനിയും ഈ പറയുന്ന രീതിയിൽ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആളുകളെ എടുക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇതുവരെയുള്ള നിയമന സാധ്യത എന്നൊക്കെ പറയുന്നത് ഇത്രയും തന്നെയാണ്. ഓക്കെ, അതുകൂടാതെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ മറ്റേതിൽ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അതിനുള്ള തയ്യാറെടുപ്പുകൾ എന്ത് ചെയ്യുക, നടത്തുക. നിങ്ങൾ ഈ പറയുന്ന LD ടൈപ്പിസ്റ്റിനൊക്കെ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ ഇനി വരാൻ വേണ്ടി പോകുന്ന പരീക്ഷകൾക്ക് എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ പഠനം എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. റാങ്ക് ലിസ്റ്റൊക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, അതേ രീതിയിൽ തന്നെ പഠനങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ഒരുപാട് പരീക്ഷകൾ ഇനി വരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ LGSൻ്റെയും അതേപോലെ തന്നെ ഇപ്പോൾ LDCയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഈ ഒരു വർഷാവസാനത്തോട് കൂടി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് മുമ്പേ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനവും മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി വരാൻ വേണ്ടി പോകുന്ന പരീക്ഷകളൊക്കെ എന്ത് ചെയ്യാൻ ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ അഡ്വൈസുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, ഒരുപാട് എൻക്വയറീസ് ഒക്കെ വന്നതിൻ്റെ സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഇനി വരാൻ വേണ്ടി പോകുന്ന LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ, അതായത് ഇനി വരാൻ വേണ്ടി പോകുന്ന വെച്ചാൽ ഈ പറയുന്ന രീതി 2026 അവസാനത്തോട് കൂടി തന്നെ നോട്ടിഫിക്കേഷൻ വരികയും 2027 എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്ന LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നമ്മുടെ ACB അക്കാഡമിയിൽ മിഷൻ LDC 2027 വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് തീർച്ചയായും ഈ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്ത് നമ്മുടെ പഠനം വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്, എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇപ്പോൾ ക്ലാസ്സുകൾ പോകുന്നത്, ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്ത് ചെയ്യും, അവിടെ ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ അല്ലേ? സെറ്റാണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ സജഷൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും സ്വീകരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, താഴെ രേഖപ്പെടുത്താനും സാധിക്കുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഇനി എന്തെങ്കിലും വീഡിയോസ് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുന്നു, താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.